ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC പാഠശാല. രഞ്ജിത്ത് ഹിയർ. സോ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വളരെ വലിയ സിലബസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് റിവൈസ് ചെയ്യുക എന്നത് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഓക്കെ, സോ ആസ്പിരൻസ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം കൂടിയാണിത്. സോ ഈ ഒരു കാര്യം എങ്ങനെ സോൾവ് ചെയ്യാം, ഇതിനായിട്ട് ഉപയോഗിക്കേണ്ട പ്രോബബ്ലി ദ ബെസ്റ്റ് റിവിഷൻ ടൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അത്തരത്തിലുള്ള ഒരു മാർഗ്ഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, സോ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സെമസ്റ്റർ എക്സാമിനേഷൻ പോലെയല്ല. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് വേണ്ടി ഒരു പുസ്തകം പഠിക്കുന്നു, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതേണ്ട അത്തരത്തിലുള്ള ഒരു പരീക്ഷയല്ല. താരതമ്യേന വളരെ വലിയ സിലബസ് ഉണ്ടാകും. അതായത് വിവിധ ടോപ്പിക്കുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പല സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഏതെങ്കിലും ഒരു പുസ്തകം എന്ന രീതിയിലല്ല, ഓൺലൈൻ സോഴ്സുകൾ, അതുപോലെ തന്നെ പല പുസ്തകങ്ങൾ എന്നിങ്ങനെ അതിനുവേണ്ടി റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. എൻഡ് ഓഫ് ദ ഡേ എക്സാമിനേഷൻ സമയത്ത് അല്ലെങ്കിൽ എക്സാമിനേഷന് മുൻപുള്ള കുറഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, ഓർ ഈവൻ ഡെയിലി ബേസിസിൽ തന്നെ റിവൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് മാറും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിവിഷൻ ടൂൾ ആവശ്യമാണ്. ആസ്പിരൻസ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ള ഒരു റിവിഷൻ ടൂൾ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നോട്ട്സ് ആണ്. അതായത് പഠിച്ച കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുക എന്നുള്ളൊരു മാർഗ്ഗം സ്വീകരിക്കുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഷോർട്ട് നോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, സോ അവിടെ സാധാരണഗതിയിൽ വരുത്താറുള്ള ഒരു മിസ്റ്റേക്കാണ്. ഒന്നാമത്, ഈ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുമോ എന്നുള്ള ഒരു പേടിയിൽ എല്ലാ കാര്യങ്ങളും എഴുതുന്നതിന് വേണ്ടി ശ്രമിക്കും. എല്ലാ വസ്തുതകളും എഴുതുമ്പോൾ ഉള്ളിലൊരു ഗുഡ് ഫീലിംഗ് ഉണ്ടാവും. അതായത് പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്, അത് നോക്കി വളരെ ഈസി ആയിട്ട് റിവൈസ് ചെയ്യാം, ഇത്തരത്തിലുള്ള ഒരു ഫീലിംഗ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു എഴുത്ത് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു സിലബസ് നിങ്ങൾ പഠിക്കാൻ ഉപയോഗിച്ച ആ സോഴ്സസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി ആയിട്ട് നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് മാറും എന്നുള്ളതാണ്. താരതമ്യേന കുറച്ച് വലിപ്പം കുറവായിരിക്കും, എങ്കിൽ തന്നെയും അത് അവസാന നാളുകളിൽ റിവൈസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ട് മാറും എന്നുള്ളതാണ്. സോ നമ്മൾക്ക് വേണ്ടത് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള, അതായത് ഈ സോഴ്സുകളുടെ കോപ്പി ഒന്നുമല്ലാതെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള, എന്നാൽ ഏറ്റവും ചുരുക്കത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ റിവൈസ് ചെയ്യാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള നോട്ട്സാണ്. ഓക്കെ, സോ അവിടെയാണ് നമ്മൾ മൈക്രോ നോട്ട്സ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത്. സോ എന്താണ് മൈക്രോ നോട്ട്സ്, എങ്ങനെയാണത് തയ്യാറാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു എക്സാമ്പിളിലൂടെ തന്നെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം. സോ ഇവിടെ ഞാൻ നൽകിയിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ലെസനാണ്, ഒരു ആർട്ടിക്കിളാണ്. സോ ബേസിക്കലി എമർജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ക്ലാസ് എന്ന രീതിയിലല്ല, ഈ ഒരു പർട്ടിക്കുലർ ഭാഗം വായിച്ച് അതിൽ നിന്ന് എങ്ങനെയാണ് മൈക്രോ നോട്ട്സ് തയ്യാറാക്കാനായിട്ട് സാധിക്കുക എന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ് ഈ ഒരു സ്ലൈഡിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് എമർജൻസി ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആ ഒരു പാർട്ട് ഏതാണ്, അവിടെയുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ആവശ്യകത എന്താണ് എന്നതിനെക്കുറിച്ചാണ്. അതായത് രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ് എമർജൻസി എന്ന രീതിയിൽ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ പാരഗ്രാഫിൽ കൂടുതലായിട്ടും പറഞ്ഞിട്ടുള്ളത് ഈ എമർജൻസി ഇമ്പോസ് ചെയ്യുമ്പോൾ വരുന്ന പ്രത്യേകതകളെക്കുറിച്ചാണ്. ഓക്കെ, ഒരു ഫെഡറൽ എന്നുള്ള സ്ട്രക്ചറിൽ നിന്നും യൂണിറ്ററി എന്ന സ്ട്രക്ചറിലേക്ക് മാറുന്നു എന്നതാണ്. അതായത് സെൻറ്ററിന് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കുന്ന അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറിലേക്ക് എമർജൻസി സമയത്ത് രാജ്യം മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ പാരഗ്രാഫിൽ നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് എമർജൻസി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് യുണീക്ക് ആവുന്നത് എന്നതിനെക്കുറിച്ച് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ ഒരു അഭിപ്രായമാണ് ആ മൂന്നാമത്തെ പാരഗ്രാഫിലുള്ളത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിച്ച് നോക്കാവുന്നവർക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഞാനിതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബേസിക്കലി നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് മൈക്രോ നോട്ട്സ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. ഓക്കെ, സോ ഇനി ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നൽകിയിരിക്കുന്നത് ഓഫ് കോഴ്സ് ഈ ആർട്ടിക്കിൾസിനെ കുറിച്ചാണ്. 352, 356, 360 എന്നീ ആർട്ടിക്കിൾസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഓരോ എമർജൻസിയും എന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൽ നിന്നുമാണ് മൈക്രോ നോട്ട്സ് തയ്യാറാക്കുന്നത് എങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു സൈഡ് ഹെഡിങ് ആഡ് ചെയ്യുക. അതായത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ മൈക്രോ നോട്ട്സ് എഴുതാനായിട്ട് പോകുന്നത് എന്നത് ആഡ് ചെയ്യുന്നു. സോ എമർജൻസി പ്രൊവിഷൻസ് എന്ന് ഞാൻ എഴുതി അതിനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്നും മനസ്സിലായിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. ഷോർട്ട് നോട്ട് എഴുതുന്നത് പോലെ സമ്മറൈസ് ചെയ്ത് ഈ പോയിന്റുകൾ എഴുതുകയല്ല വേണ്ടത്. മറിച്ച് ആദ്യത്തെ പോയിന്റ് ഞാൻ ഇവിടെ എഴുതിയത് നോക്കാം. ഫെഡറൽ ടു യൂണിറ്ററി എന്ന് എഴുതിയിരിക്കുന്നു. ഓക്കെ, അതിൻ്റെ ബ്രാക്കറ്റിൽ ഇത് യുണീക്ക് ഫീച്ചറാണ് എന്നും അത്തരത്തിലുള്ള ഒരു അഭിപ്രായം അംബേദ്കർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു കാര്യവും ഞാൻ അവിടെ നോട്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ പോയിൻ്റായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത് ഈ എമർജൻസി പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് 18 ഇവിടെയുള്ള ആർട്ടിക്കിൾസ് 352 നാഷണൽ എമർജൻസി, 356 പ്രസിഡൻസ് റൂൾ അഥവാ സ്റ്റേറ്റ് എമർജൻസി, 360 ഫിനാൻഷ്യൽ എമർജൻസി. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ മൈക്രോ നോട്ട്സ് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം. റിവിഷൻ എന്നുള്ളത് ഞാൻ മുൻകാലത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീണ്ടും പഠിക്കുക അല്ലെങ്കിൽ വീണ്ടും വായിച്ച കാര്യങ്ങൾ തന്നെ വായിക്കുക എന്നുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഷോർട്ട് നോട്ട്സ് എന്നത് ഒരു ഇഫക്റ്റീവായിട്ടുള്ള റിവിഷൻ ടൂൾ അല്ല എന്നതിനെക്കുറിച്ച്. ഓക്കെ,
അതായത് ഇങ്ങനെ ഒരു നോട്ടാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിച്ചതിന് ശേഷം ഈ ഒരു നോട്ട് റെഫർ ചെയ്യുമ്പോൾ ഫെഡറൽ ടു യൂണിറ്ററി എന്ന ഒരു കാര്യം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ കാര്യങ്ങൾ മുഴുവനായിട്ടും വരണം. അതായത് ഈ ഒരു എമർജൻസി ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിൽ ഫെഡറൽ എന്നുള്ള ഒരു സ്ട്രക്ചറിൽ നിന്നും രാജ്യം യൂണിറ്ററി ബേസിലേക്ക് മാറുന്നു, സെൻറ്ററിന് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതോടൊപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു യുണീക്ക് ഫീച്ചറാണ് ഇത് എന്ന കാര്യം മനസ്സിലേക്ക് വരണം. ഇതിനെക്കുറിച്ച് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം മനസ്സിലേക്ക് വരണം. ഇത് വളരെ വ്യക്തമായി നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ റിവിഷൻ സമയത്ത് ഈ ഒരു ബുള്ളറ്റ് പോയിന്റ് വായിക്കുമ്പോൾ തന്നെ ഈ വസ്തുതകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഇനി രണ്ടാമത്തെ പോയിന്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ എഴുതിയിട്ടുള്ളത് പാർട്ട് 18 എന്ന് എഴുതിയിട്ടുണ്ട്. 3 ആർട്ടിക്കിൾസും അതെന്താണ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നാഷണൽ എമർജൻസി എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ പ്രസിഡൻസ് റൂൾ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വീണ്ടും എഴുതിയിട്ടില്ല. സോ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നാഷണൽ എമർജൻസി എന്ന ഒരു കാര്യം 352 ആർട്ടിക്കിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന ഒരു കാര്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച ആ ഒരു കാര്യം ഓർക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. അതായത് വാർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ മൂലമോ അല്ലെങ്കിൽ ആംഡ് റിബല്യൻ മൂലമോ വരുന്ന ഒരു എമർജൻസിയാണത്. അതിനെയാണ് നമ്മൾ നാഷണൽ എമർജൻസി എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. സമാന രീതിയിൽ തന്നെ ഇപ്പോൾ പ്രസിഡൻസ് റൂളാണ് 356 എന്ന് പറയുന്നത്. അത് ഒരു സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഫെയിൽ ആകുമ്പോൾ വരുന്ന എമർജൻസിയാണ് എന്ന കാര്യവും ഓർത്തെടുക്കുക. ഓക്കെ, ഇനി അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം എന്ന് തോന്നുകയാണെങ്കിൽ അത്തരത്തിലുള്ള കീവേഡ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ പ്രസിഡൻസ് റൂൾ എന്നതിൻ്റെ ബ്രാക്കറ്റിൽ ഞാൻ സ്റ്റേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അത് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈ കാര്യം ഓർമ്മയിൽ വരും. അതായത് ഇത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഫെയിൽ ആകുമ്പോൾ വരുന്ന ഒരു എമർജൻസിയാണ് എന്ന കാര്യം. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ 5ഓളം പാരഗ്രാഫിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇത്രയും ഡാറ്റ 2 ബുള്ളറ്റ് പോയിന്റ്സിൽ ഒതുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഷോർട്ട് നോട്ടായിട്ടാണ് ഈ കാര്യങ്ങൾ എഴുതുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഒരു പഠനവും അവിടെ നടക്കുകയില്ല. അതായത് നിങ്ങൾ ഇത് റിവൈസ് ചെയ്യുമ്പോൾ നടക്കുകയില്ല. ബേസിക്കലി നിങ്ങൾ ആദ്യം പഠിച്ച ആ കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഷോർട്ടായിട്ട് എഴുതി വച്ചിരിക്കുന്നു എന്നത് മാത്രമാണ്. എന്നാൽ ഇത് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഫെഡറൽ ടു യൂണിറ്ററി എന്ന് കാണുമ്പോൾ അത് എന്താണ് എന്ന് നിങ്ങൾ അവിടെ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങളത് വളരെ വെൽ പ്രിപ്പയർഡ് ആണോ അല്ലയോ എന്നത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. സോ ഇങ്ങനെ മൈക്രോ നോട്ട്സ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു പോയിന്റാണ് എന്ന് കരുതുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആർക്കിടെക്റ്റ് ഡോക്ടർ BR അംബേദ്കർ ആണ് എന്നൊരു സെൻറ്റൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും വളരെയധികം പ്രാധാന്യമുള്ള, ചോദ്യം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. എന്നാൽ നിങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ് എങ്കിൽ വീണ്ടും അത് എഴുതേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഓക്കെ, അതോടൊപ്പം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സൈഡ് ഹെഡിങ് നിർബന്ധമായിട്ടും ആഡ് ചെയ്യുക. അതായത് അവസാന ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യുമ്പോൾ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്നത് മനസ്സിലാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സൈഡ് ഹെഡിങ് ആഡ് ചെയ്യുക. ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതുന്നതിന് വേണ്ടി ശ്രമിക്കണം. എക്സ്പ്ലനേഷൻ എഴുതേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതിപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ തന്നെയും മലയാളത്തിലുള്ള മെറ്റീരിയൽ ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് ഈ മൈക്രോ നോട്ട്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, മലയാളമാണ് ഏറ്റവും കംഫർട്ടബിൾ എങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങളുടെ ശൈലിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇവിടെ നോക്കാം, ഈ ഒരു എമർജൻസി പ്രൊവിഷനെ കുറിച്ച് നിങ്ങളിങ്ങനെ പഠിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു മൈക്രോ നോട്ട്സ് ആണ് എഴുതുന്നത് എന്ന് കരുതുക. അങ്ങനെയാണ് എങ്കിൽ ആ ഒരു ദിവസം തന്നെ വെറും 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നോക്കാവുന്ന ഒരു കാര്യം മാത്രമാണിത്. എല്ലാ പാഠഭാഗങ്ങളിലും ഇതേപോലെയുള്ള മൈക്രോ നോട്ട്സ് തയ്യാറാക്കണം എന്ന രീതിയിലല്ല. എന്നാൽ ഭൂരിഭാഗം ഭാഗങ്ങളും, അതായത് ഇത്തരത്തിൽ വായിച്ച് മനസ്സിലാക്കേണ്ട ഭാഗങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ ചെറിയ രീതിയിൽ ഇത്തരത്തിൽ മൈക്രോ നോട്ട്സ് തയ്യാറാക്കി വെക്കാവുന്നതാണ്. ഫൈനലി റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്രദമാകുന്ന ഒന്നായിട്ട് അത് മാറും. യെസ്, സോ തീർച്ചയായിട്ടും മൈക്രോ നോട്ട്സ് നിങ്ങളുടെ പഠനത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. സോ നിങ്ങൾ PSC പാഠശാല ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പബ്ലിക് ചാനൽ ലഭ്യമാകും. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യൂ. എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. സോ ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു ലെക്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷൻ വഴി അറിയിക്കൂ. ഈ ഒരു ലെക്ചർ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.